ഗായ്സ് വിസ വ്ളോഗേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് ഇന്നത്തെ ദിവസം ഏതെൻ്റെ ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പാണ്. പാക്കേജറായിട്ട് വന്നത് നമ്മുടെ സുബിൻ ചേട്ടനാണ്. സുബിൻ ചേട്ടൻ നിങ്ങൾ കണ്ട ഓർമ്മ കാണുമായിരിക്കും. ഞാൻ ഇട്ടിട്ടുള്ള വ്ളോഗിൽ ഓർത്ത് നോക്കിയാൽ മതി, കണ്ടിട്ടുള്ള ഒരു സ്ഥിരമായിട്ട് കാണുന്നത് സുബിൻ ചേട്ടൻ. ഇടയ്ക്ക് സുബിൻ ചേട്ടൻ നമ്മൾ മൂന്നാറൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങളെ കൂടെ, വാഗമൺ, അതൊക്കെ തന്നെ. അതേപോലെ ഇന്നപ്പോൾ സുബിൻ ചേട്ടനെ നമുക്ക് കിട്ടി, കുറേ ദിവസത്തിന് ശേഷം സുബിൻ ചേട്ടനെ കിട്ടി. സുബിൻ ചേട്ടാ നിങ്ങളെ പോലെ നമ്മളെ ഇമ്പൾസിലുള്ള ദീപുവിൻ്റെ ട്രിപ്പ് എടുത്തിട്ട് കുറേ ദിവസമായി. നിങ്ങൾ കാത്തിരുന്ന് നിങ്ങളെ കിട്ടി. അടുത്ത മോഗരയിലുള്ള അഗോരയിലുള്ള അജേഷയുടെ കൂടെ ഒരു ട്രിപ്പ് പോകണം. അങ്ങനെ കിട്ടില്ല നിങ്ങളെ പോലെ തന്നെ. അവകാശ് ജിത്തു ടോപ്പിലേക്ക് ഊരാൻ വേണ്ടി മണ്ടയിൽ കയറി. നമ്മൾ ടോപ്പിലേക്ക് ഊരാണ് ഗായ്സ്, ഊരാതെ നിവർത്തിയില്ല. അപ്പോൾ അത് ടോപ്പിലേക്ക് ഊരാണ് ഗായ്സ്. അപ്പം നമ്മൾ ടോപ്പിലേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പിലേക്ക് നമ്മൾ വീണ്ടും ഇളക്കി. നമുക്ക് ഈ വണ്ടി കൊണ്ട് ജീവിക്കാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ വണ്ടി കൊണ്ട് വല്ല 10 പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ ഊരിയേ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ ഗായ്സ്, സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് രണ്ടെന്താ ഊരി ഡിക്കിയിലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. സുബിചേട്ടനാണ് ഒരെണ്ണം കൊണ്ടുപോകണത്. ഓക്കെ, കയറ്റിക്ക. ഇപ്പം പിടുത്തം ഇപ്പം കൂടുതലാണ് ഗായ്സ്. അതുകൊണ്ട് നമ്മളെ ഭാഗത്തുനിന്നുള്ളത് നമ്മൾ ക്ലിയർ ചെയ്യണം. ഇപ്പം എടുത്ത് വയ്ക്കണ്ട, ഈ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ വയ്ക്കാം. കുരങ്ങ മേളിലുണ്ട്, വേണ്ട കുരങ്ങ ഇറങ്ങ്, താഴെ ഇറങ്ങി. ഏണിയുണ്ട്. ഇന്നല്ല നിൻ്റെ അമ്മൂമ്മയ്ക്ക് മറ്റേ മാങ്ങ മാർക്കി ഇട്ട് കൊടുത്തല്ലേ, ഇറങ്ങി അവിടെ താഴെ. ഗൈസ് ഇനി നമുക്ക് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് പോയി നോക്കാം. ഞാൻ കരയും ഗൈസ്. വയ്ക്കുന്നു ഊരുന്നു. എന്ത് ദൈവമേ, ഇങ്ങനെ ഭയങ്കര പിടുത്തം ഗൈസ്. പറഞ്ഞ വഴിയിൽ വെറുതെ ഒരു പോലീസുകാരൻ വണ്ടിയുടെ ഫോട്ടോ എടുത്തു. ഇനി ചെല്ലാനായിട്ട് അടിച്ച് വരുമെന്തോ. മാർച്ചിലൊക്കെ ആണെങ്കിൽ ഓട്ടങ്ങളൊക്കെ കുറവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ വല്ല വള്ളികളൊക്കെ എടുത്ത് നമ്മൾ തലക്കെടുത്ത് വെച്ചിട്ട് പെറ്റിയും കൂടെ വാങ്ങിച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പം അണ്ണാ നമ്മളെ വണ്ടിയിൽ ടോപ്പ് ലൈറ്റ് ഊരി. ചിത്രനൊക്കെ വിഷമം ഉണ്ടാടാ. കേരളത്തിൻ്റെ നന്മയ്ക്കായി നമ്മൾ ടോപ്പ് ലൈറ്റ് ഊരി അതായി, നമ്മളതായി ഗായ്സ്. ജിത്തു അതായി. ഓക്കെ, എന്തൊരു ചേർച്ച, ഒരു അമ്മ ഒറ്റ മക്കളെ പോലെ ഉണ്ട്. അളിയനും പോലെ. തരുമോ അളിയ? ആണോ ആരെങ്കിലും വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരുമല്ല സുമൻ ചേട്ടാ? അതാണ് എന്തൊരു നീ ആ പൈസ കൊടുക്കണേ. ചിത്തു അതെന്താ തോന്നറാ? കപ്പല്, യുദ്ധ കപ്പല്. അത് ആരെയെന്നറിയാമോടാ സുബിൻ ചേട്ടാ? നിങ്ങൾക്കറിയാമോ ആ യുദ്ധക്കപ്പൽ? എനിക്ക് തോന്നണേ റിട്ടയർ ആയി, അല്ലെങ്കിൽ ഓട്ട വീണ് കാണും, വെള്ളം കയറുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ കൊണ്ടുവച്ചത്. അല്ല, അത് എന്തോ വലിയ നമ്മളെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത കപ്പല്, യുദ്ധ കപ്പൽ. അതിനെ നമ്മൾ ഒരിക്കലും പുച്ഛിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ അതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ പോകണം ഗൈസ്. നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കണം, നല്ല ഫ്ലേവർ നോക്കി. പക്ഷേ അധികം വെയിലില്ലേ, വെയിലുണ്ടെങ്കിലും ചൂടില്ലേ അല്ലേ. ഐസ്ക്രീം ഉണ്ട്, അത് വന്ന നേരം എന്നിട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഗായ്സ് ഉണ്ടല്ലേ, നമ്മളെ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു കപ്പലാണ്. ഇതിലായിരിക്കും പല അവസരഘട്ടങ്ങളിലും രാജ്യത്തിന് വേണ്ടി പോരാടി ഇന്നിതാ റിട്ടയറായി നമ്മൾ ആലപ്പുഴയുടെ കടൽ തീരങ്ങളിൽ വെയിലും കൊണ്ട് മഴയുമേറ്റ് സമാധിയായിരിക്കുന്നു. വെള്ളം കുടിക്കട്ടെ. കാരക്ക, ഞങ്ങൾക്ക് ഏത് വേണം? കാരക്ക വേണോ? മാങ്ങ, കാരക്ക, ക്യാരറ്റ്. ഇവിടെ ഇത് ഉപ്പ് പിടിച്ചിട്ടില്ലെന്ന് നിനക്കെങ്ങനെ കറക്റ്റ് പറയാൻ പറ്റും? ജിത്ത് നിന്നെ വിളിക്കുന്നു. ജിത്ത്
നമ്മള് പൊതിച്ചക്ക വാങ്ങിച്ചു. ഞാൻ പൊതിച്ചക്ക വാങ്ങിച്ചു. ചിപ്പ് മാങ്ങ വാങ്ങിച്ചു. പൊതിച്ചക്ക ഉപ്പിലിട്ടത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഉപ്പിലിട്ട് കൊള്ളാം. ഉപ്പ് പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. കൊള്ളാം കഴിച്ചു നോക്കാടാ ഇനി കാണുമ്പോൾ. കൊള്ളാം, സൂപ്പർ. ഉപ്പിലിട്ട പൊതിച്ചക്ക സൂപ്പർ എന്ന് പറഞ്ഞു. കൊള്ളാം. ഇനി നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കും. ഇങ്ങനെ എന്തായാലും മുടിപ്പിക്കും. അപ്പം ജിത്തുവിനും കൂടെ പൈനാപ്പിൾ എടുക്കുകയാണ്. എവിടെ നഷ്ടോ എന്തോ അതറിഞ്ഞു ഇവിടെ ഇത് വെറുതെ ഞാൻ ചോദിച്ചില്ല. കണ്ടു, എടുത്തു, കഴിച്ചു. എനിക്കടുത്ത് ഇനി മാങ്ങ കൂടെ ട്രൈ ചെയ്യണം. ഏകദേശം നല്ലൊരു തുക നമ്മൾ സുബിൻ ചേട്ടനെ മുടിപ്പിച്ചു. ഞാനും ജിത്തുവും അതിൽ വളരെയധികം സന്തോഷപ്പെടുന്നു. ഇനി നമ്മൾ വണ്ടിയിലോട്ട് നേരെ പോവുകയാണ്. ഇനി അടുത്ത് പോകുന്ന സ്ഥലം സുബിൻ ചേട്ടാ, അടുത്ത് പോകുന്ന സ്ഥലം ലഞ്ച്. അപ്പോൾ എത്ര മണിയായി ഇപ്പോൾ? 1:30 ലഞ്ച് കഴിക്കും. 1:30 ലഞ്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് 1:30 ലഞ്ച് കഴിക്കും. അത് കഴിഞ്ഞാൽ എവിടാ? ഹിൽ പാലസ് തൃപ്പൂണിത്തറ ഹിൽ പാലസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്. ഞാൻ ഇന്ന് ബോട്ടിങ് ഞാൻ കയറില്ല. കഴിഞ്ഞ പ്രാവശ്യം ബാലൂര് കയറി പേടിച്ച് ഒരു വഴിയായി എടുത്തതിൻ്റെ ആപ്പായി. ഇല്ല ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ കൂടെ കയറി അതിൽ കൂടെ കുറച്ച് കയറിപ്പോയപ്പോൾ ഇവിടെ പോടാല്ലോ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ മറൈൻ ഡ്രൈവിൽ ബോട്ടിങ്ങിൽ ജിത്ത് പോകും, ഞാൻ പോകില്ല. ഞാൻ വണ്ടിയിൽ കിടക്കും. കോപ്പി റൈറ്റ് അടിക്കും നിങ്ങളെ ഈ ആര് പാടിയത്? യേശുദാസ്. യേശുദാസ് നിങ്ങൾ പാടല്ലേ, എന്നാൽ തറപ്പാട്ടായിരിക്കും. അതാര് പാടിയത്? വേടൻ്റെ പാട്ടുകളെല്ലാം ഒരു രക്ഷയില്ല. സ്റ്റേജ് പെർഫോമൻസ് അതാണ്. മയിലുമില്ല. എറണാകുളം ഇത് എപ്പോൾ പണി തീരും ചേട്ടാ? നമ്മളെ പണി തീരുമല്ലേ? സർക്കാരാണ് ഇത് നടത്തുന്നത്, അതാ കേന്ദ്ര സർക്കാരാണ്. ഇതൊക്കെ കേന്ദ്ര സർക്കാരാണല്ലേ. ഇപ്പോൾ നമ്മളിതാ മറൈൻ ഡ്രൈവിൽ നിൽക്കുകയാണ്. ഓയ് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു സുബിൻ ചേട്ടൻ ഫുൾ ചിലവാണ് നമുക്ക്. പൈസയ്ക്ക് സുബിൻ ചേട്ടൻ ഒരു രീതിയിലുള്ള ആക്കിത്തരാൻ കാണിക്കില്ല. പറയണതെല്ലാം വാങ്ങിച്ചു തരും. നമ്മളിവിടെ നമ്മളെ പാർട്ടീസൊക്കെ ബോട്ടിങ്ങിനൊക്കെ കയറി. അപ്പം നമ്മളും ഇവിടെ ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കടൽ ബോട്ടിങ്ങൊക്കെ കണ്ടുകൊണ്ടിരിക്കും. വണ്ടിയില്ലല്ലേ, ഇവിടെ ഇരിക്കാം. എവിടെ ഇരുന്ന് ശരിയാവില്ല. ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഞാൻ അത് കുടിക്കട്ടെ ഗൈസ്. നമ്മളിപ്പോൾ വല്ലാർപാടം പള്ളിയിലാണ് നിൽക്കുന്നത്. ചേട്ടനെ യോജിക്കുകയാണ്. നമ്മളെ പാർട്ടി മറൈൻ ഡ്രൈവ് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു പള്ളി ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വല്ലാർപാടം പള്ളിയിൽ പറഞ്ഞത്. അടിപൊളി, നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ള പള്ളിയാണ് കേട്ടോ. നമ്മൾ ചെറുക്കന്തോ കിടക്കുന്നത്. കൊള്ളാം, നല്ല പള്ളി. ഇടത്തോ സീസണിൽ നമ്മളെ മലയാറ്റൂർ സീസണിലൊക്കെ ഈ പള്ളിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറഞ്ഞത്. അപ്പം കോടീശ്വരനായ നമ്മളെ സുബിൻ ചേട്ടൻ കണക്ക് നോക്കുകയാണ്. എനിക്ക് കയ്യിരിക്കുന്ന പൈസ മൊത്തം തന്നിട്ട് പോകും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ട്രിപ്പ് കഴിഞ്ഞെത്തി. അവരെല്ലാവരെയും സ്കൂളിലിറക്കി. അഭിജിത്ത് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനി ഞാൻ വണ്ടി കിടന്നുറങ്ങും. നാളെ രാവിലെ ചെറിയൊരു പണികളുണ്ടപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ തന്നെ ആയിരിക്കും. വണ്ടി പോകുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കണക്കെഴുതിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.